ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ റീസെൻ്റ് ആയിട്ടൊരു യൂട്യൂബ് വീഡിയോ കാണാനിടയുണ്ടായി. ആ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കുട്ടിയെ, ഗൗരി എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടീൻ്റെ വീഡിയോ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആ കുട്ടി ഒരു റീൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുട്ടീൻ്റെ അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, അനിയത്തി മരിച്ചു, ആ കുട്ടി ഒറ്റയ്ക്കാണ്. അത് ആണ് ആ കുട്ടി റീലിലിട്ടേക്കുന്നത്. അത് വെച്ചിട്ട് യൂട്യൂബിൽ ഞാൻ പോയി കാണുമായിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിന് മേലെ ഉണ്ട് ആ വീഡിയോ. അപ്പോൾ ആ കുട്ടിയുടെ സ്റ്റോറി ഇങ്ങനെ കേട്ടപ്പോൾ നമുക്ക് ഒന്ന് കണ്ണ് നനയാതെ നമുക്ക് ആ വീഡിയോ കണ്ടു തീർക്കാൻ പറ്റില്ല. കാര്യം ഒരു പ്രശ്നത്തിന് പിറകെ അടുത്ത പ്രശ്നം എന്നുള്ള രീതിയിൽ ഇട്ടിട്ട് കൊടുത്ത് ആ കുട്ടീനെ അങ്ങോട്ട്, അത് നിങ്ങൾക്ക് ആ സ്റ്റോറി കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ വേണം ഇവിടെ മെൻഷൻ ചെയ്യാം. അങ്ങനെ ആളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒന്ന് കഴിയുമ്പോഴത്തേനും അടുത്ത പ്രശ്നം അങ്ങനെ 18 വയസ്സുള്ളപ്പോൾ തൊട്ടാണ് ആ കുട്ടി ഈ പറഞ്ഞ സ്ട്രഗിൾസ് ഫുൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 18 വയസ്സുള്ളൊരു കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ആ കുട്ടി ഒരു കാര്യം പറയുന്നുണ്ട്. എൻ്റെ പ്രായത്തിലുള്ള പിള്ളേർ ഇതേപോലെ കളിച്ചും പുറത്തു പോയും അങ്ങനെ ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ വീട്ടിലെ കാര്യങ്ങൾ നോക്കി വീട്ടിലിരിക്കുകയാണ്. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതേപോലെ അങ്ങനെയുള്ള കുറേ കഷ്ടപ്പാടുകളും ഓർത്ത് വീട്ടിലിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ആകുമ്പോഴാണ് നമുക്ക് എവിടെ നിന്നൊക്കെയോ ധൈര്യം വരും. ഞാൻ എൻ്റെ ഒരു ഹോസ്പിറ്റൽ എമർജൻസിയെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കാരും ഒന്നും കൊണ്ടു തരത്തില്ല. നമുക്ക് എന്താണോ വേണ്ടത് നമ്മൾ തന്നെ കണ്ടെത്തുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ അധ്വാനിച്ചുണ്ടാക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ചെയ്യാൻ അറിയാൻ മേലാത്ത കാര്യങ്ങളും ഒക്കെ നമ്മളെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ആ പറഞ്ഞ പോലെ സ്ട്രോങ് ആവും കുറേ കൂടെ. അപ്പം പക്ഷെ ആ ഒരു കുട്ടീൻ്റെ പ്രായവും അതും ഇതും വെച്ച് അതെടുത്ത കാര്യങ്ങളും അതനുഭവിച്ച കാര്യങ്ങളും അത് ഗോ ത്രൂ ചെയ്ത അതിൻ്റെ ആ ഒരു ലൈഫ് ജേണിയും എല്ലാം കൂടെ കേട്ടപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുമാതിരി ഈ കുട്ടി എങ്ങനെ ഇതൊക്കെ സഹിച്ചു, എങ്ങനെയൊക്കെ ഇതൊക്കെ അതിനകത്ത് അത് പറയുന്നുണ്ട്. ഇതെനിക്ക് ആരുടെയും സഹതാപം കിട്ടാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യത്തിനും വേണ്ടിയിട്ടല്ല. കാര്യം എന്നെ പോലുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രചോദനം, അല്ല അവർക്കൊരു മോട്ടിവേഷൻ. ഇനിയും തീർന്നിട്ടില്ല, അടിച്ചടിച്ചടിച്ച് നമ്മളെ താഴ്ത്തിയിട്ടാൽ നമ്മൾ ഉയർന്നു വരും എപ്പോഴാണേലും. ഇന്നത്തെ കാലത്ത് ചെറിയ കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, അച്ഛനും അമ്മയും എവിടെയെങ്കിലും വിട്ടില്ല എന്ന് പറഞ്ഞിട്ട്, ഫോൺ മേടിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്, ബൈക്ക് മേടിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഇതൊന്നും ഇവരുടെ ലൈഫിന്റെ വാല്യൂ അറിയാത്തതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ചുറ്റുപാടും ഒന്ന് ഇറങ്ങി നോക്കിയാൽ തന്നെ ഇതുപോലത്തെ ഒരുപാട് ജീവിതങ്ങളെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പക്ഷേ നമ്മുടെ ആ ഒരു കംഫർട്ട് സോണിൽ തന്നെ നിന്ന് നമ്മൾ എന്താ പറയുക, വേറെ ഒന്നും നോക്കാണ്ട് ഒരു എന്താ പറയുക, ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിലാണ് നമ്മൾ അതിനപ്പുറത്തോട്ട് പുറത്ത് കാണുന്നു, അതിൻ്റെ അപ്പുറത്തോട്ട് പോയി ലോകം കാണാൻ ശ്രമിക്കുക, ഒന്നും ചെയ്യുന്നില്ല. ഇന്ന് ആ കുട്ടിക്കൊരു ഹസ്ബൻഡ് ഉണ്ട്, ഒരു ഫാമിലി ഉണ്ട്, അങ്ങനെ അത് നല്ല രീതിക്ക് പോകുന്നു, നന്നായിരിക്കട്ടെ ആ കുട്ടി. അപ്പോൾ അതിൻ്റെ ആ ഒരു ജേണി, ഇത്രയും സ്ട്രഗിൾസും, ഇപ്പം ആ കുട്ടിക്ക് 22 വയസ്സാണെന്ന് തോന്നുന്നു, 22 വയസ്സാണ്. അതിൻ്റെ ആ ലൈഫ് ജേണി, അത്രയും കാലം അത് അനുഭവിച്ചുകൊണ്ടിരുന്ന ട്രോമാസ്, ഡിപ്രഷൻ, സങ്കടം, ഇങ്ങനെ. അതേപോലെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് നമുക്കതിന് റിസൾട്ട് കിട്ടുമ്പോഴാണ് 4 ആൾ നമ്മളെ അറിയുന്നത്. അതേപോലെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു കുട്ടീനെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഇതിനിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ നമ്മളാരും അറിഞ്ഞിട്ടില്ല, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. ഇത് ഗോ ത്രൂ ചെയ്ത സിറ്റുവേഷൻ അറിഞ്ഞിട്ടില്ല, ഇതിൻ്റെ സൈലന്റ് ബാറ്റിൽസ് അറിഞ്ഞിട്ടില്ല, സങ്കടങ്ങൾ അറിഞ്ഞിട്ടില്ല. വൺസ് ഇതൊക്കെ കഴിഞ്ഞൊരു ഏണിങ് അല്ലെ ഒരു ഓക്കെ എന്നുള്ള ലെവലിൽ എത്തിയപ്പോഴാണ് നമ്മൾ ഇതൊക്കെ അറിയുന്നത്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ആളുകൾ ഒരിക്കലും നമ്മളെ സ്ട്രഗ്ലിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫേസ് ഇവരാരും ഒരിക്കലും കാണുന്നില്ല. അതിൽ ആ കുട്ടി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് എനിക്കിത് ഷെയർ ചെയ്യാൻ തോന്നിയത്. ഒന്നെന്താന്ന് പറഞ്ഞാൽ, നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവും, നമ്മളെ തളർത്താൻ ഒരുപാട് പേരുണ്ടാവും, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് കരയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഇമോഷൻ സപ്രസ് ചെയ്യാതെ കരയുക, പക്ഷെ ആരും കാണാതിരുന്ന് കരയുക. അതുപോലെ തന്നെ നമുക്ക് പറ്റുന്നിടത്തോളം കാലം നമ്മൾ അധ്വാനിക്കുക. എന്തായാലും നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് പോയി അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളൊന്ന് ഡൗൺ ആക്കിയാൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റും, നമുക്കേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അതിന് എഫേർട്ട് എടുക്കുക. ഇന്നൊരു കാര്യം നടന്നില്ല, നാളെ ഒരു കാര്യം നടന്നില്ല, മറ്റന്നാൾ ഒരു കാര്യം നടന്നില്ല, പക്ഷെ അതിൻ്റെ അടുത്തൊരു ദിവസം ഉണ്ട്. ഒരു രാത്രിയാണെങ്കിൽ ഒരു ഇരുട്ടുണ്ടാവും, ഇരുട്ടത്ത് നിന്ന് നമുക്ക് വെളിച്ചം കാണാം.
അങ്ങനെ 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 കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. നമ്മളിതൊന്നും മനസ്സിലാക്കാണ്ട് പ്രശ്നം വരുമ്പോഴത്തേനും നമ്മൾ ഡിപ്രഷൻ അടിച്ച് ഇങ്ങനെ കുറേ, അതുപോലെ ഒരുപാട് ട്രോമാസ് അനുഭവിക്കുന്നവരുണ്ട്. ഡിപ്രഷനും ട്രോമയും ഒന്നും ഒരിക്കലും ഒരു തമാശയോ കുട്ടികളിയോ അങ്ങനെ ആക്കേണ്ട ഒരു കാര്യമല്ല. ഇന്നത്തെ സമൂഹത്തിൽ ഇത് കുറെ കൂടെ സംസാരിക്കുന്നുണ്ട് ആൾക്കാർ. പക്ഷെ അത് വളരെ നല്ലൊരു കാര്യമാണ്. കാര്യം ഇതിനെക്കുറിച്ച് മുന്നേ ഇത്രയും ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് അനുഭവിക്കുന്നവർ അത് അവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി എത്രത്തോളമാണ്. നമ്മൾ അനുഭവിക്കാത്ത ജീവിതമായതുകൊണ്ട് തന്നെ നമുക്കതിൽ ഒരു തേർഡ് പാർട്ടി എന്നുള്ള രീതിയിൽ അഭിപ്രായം പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടും ആരെങ്കിലും ഉണ്ട് നമുക്കറിയാമെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ സഹായിക്കാൻ നോക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ഒരു പ്രചോദനം ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ആ കുട്ടി പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾക്കിടയിലും അതിനകത്ത് ചെയ്യാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മീൻസ് ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ എവിടെയെങ്കിലും ഒക്കെ എത്തും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാര്യം അത്രമാത്രം അത് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലൈഫിലും നമുക്കും ഒരുപാട് പ്രശ്നങ്ങളും, ഒരു അപ്പ് ഉണ്ടെങ്കിൽ ഒരു ഡൗൺ ഉണ്ടാവും, ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടാവും. നമ്മുടെ ലൈഫും എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു സിക്സാക്ട് മോഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും എല്ലാവർക്കും കുറേ കാലം സന്തോഷിച്ചിരിക്കാനും പറ്റത്തില്ല, ഒരിക്കലും എല്ലാവരും കുറേ കാലം സങ്കടപ്പെട്ടിരിക്കാനും പറ്റത്തില്ല. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ എല്ലാ കാലവും എല്ലാവരും പൈസയും ഇതും കൊണ്ട് ഭയങ്കര ആർഭാട ഒരു ജീവിതം നയിക്കണം എന്നില്ല. എല്ലാ കാലവും എല്ലാവരും പാവപ്പെട്ട ജീവിതം നയിക്കണം എന്നുമില്ല. സോ ഈ റിയാലിറ്റികളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ലൈഫ് എങ്ങനെയാണെന്നൊന്ന് വിലയിരുത്താം. നമ്മളെക്കൊണ്ട് ഓവർകം ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണെങ്കിൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ അത് ഓവർകം ചെയ്തു വരിക. നെവർ ഗിവ് അപ്പ്. എന്ത് വന്നെന്ന് പറഞ്ഞാലും ഒരിക്കലും എവിടെ തലകുനിക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.